ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു AishuzzVlog. സദ്യക്കൊക്കെ തയ്യാറാക്കാൻ പറ്റിയ ഒരടിപൊളി കാളൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ റെസിപ്പിയിലേക്ക് കടക്കാം. ഇത് തയ്യാറാക്കാൻ വേണ്ടി ഞാൻ ഒരു പച്ചക്കായും പിന്നെ ഒരു 100 ഗ്രാം ചേനയും കൂടെ ഒരു മീഡിയം സൈസിൽ ഇതുപോലെ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കണം. അതിനു വേണ്ടി ഞാനൊരു കുക്കർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ചേനയും പച്ചക്കായും കൂടെ ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും പിന്നെ 4-5 പച്ചമുളക് കീറിയതും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് വേവിച്ചെടുക്കാൻ ആവശ്യമായ വെള്ളം ചേർക്കണം. ഈ പച്ചക്കറിയുടെ മുകളിൽ വരെ വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു 4 വിസിലാക്കി എടുക്കാം. പച്ചക്കായും ചേനയും വേവുന്ന സമയം കൊണ്ട് ഈ ഒരു അരപ്പ് തയ്യാറാക്കിയെടുക്കണം. ഇതിനു വേണ്ടി ഞാൻ ഒരു 5 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയതും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ജീരകവും പിന്നെ 1/2 ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്തിട്ട് ഒന്ന് നന്നായി മിക്സിയിൽ അരച്ചെടുത്തിരിക്കുന്നതാണിത്. 4 വിസിലൊക്കെ വന്നതിന് ശേഷം ഞാൻ ഈ കുക്കറൊന്ന് ഓപ്പൺ ചെയ്ത് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് കൂടെ ചേർക്കണം. അരപ്പ് ചേർത്തതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരു 3 ടേബിൾ സ്പൂണ് ഉടച്ച തൈര് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നല്ല പുളിയുള്ളതുകൊണ്ടാണ് ഞാൻ 3 ടേബിൾ സ്പൂൺ ചേർത്തത്. പുളി കുറവാണെങ്കിൽ കുറച്ച് കൂടുതൽ ചേർക്കണം. തൈര് ചേർത്തതിന് ശേഷം ഇത് ഒന്ന് നന്നായി ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചൂടാക്കിയെടുക്കാം. തൈരൊക്കെ ചേർത്തത് കൊണ്ട് ഇത് തിളപ്പിക്കണ്ട, ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. അതൊന്ന് ചൂടാവുന്ന സമയം കൊണ്ട് നമുക്കിതിൻ്റെ താളിപ്പ് തയ്യാറാക്കാം. അതിന് വേണ്ടി ഞാനൊരു പാത്രം എടുത്ത് അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണ ഒന്ന് ചൂടായതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ ഉലുവ ചേർക്കുക. ഉലുവ ചേർത്തിട്ട് ഒന്ന് പൊട്ടുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കടുകും കൂടെ ചേർക്കുക. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിനി കാളനിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വാങ്ങി വെക്കാം. അപ്പോൾ നമ്മുടെ കാളൻ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. കാളൻ ഉണ്ടാക്കാൻ വളരെ എളുപ്പമല്ലേ അല്ലേ? അപ്പോൾ എല്ലാവരും ഓണത്തിന് ഇത് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയൊരു റെസിപ്പി ആയിട്ട് കാണാം. ബൈ. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വീഡിയോസ് ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം അതിൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. ബെൽ ഐക്കൺ പ്രസ് ചെയ്താൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. താങ്ക്